ഹായ്, വെൽക്കം ടു സൂപ്പർ പ്ലേസ്മെന്റ് സെൽ. എൻ്റെ പേര് ധന്യ. ഞാൻ സൂപ്പറിലെ പ്ലേസ്മെന്റ് ഓഫീസറാണ്. നമ്മളൊരു കോഴ്സ് പഠിച്ചു കഴിയുമ്പോൾ നല്ലൊരു ജോബ് ആയിരിക്കും നമ്മളുടെ ഡ്രീം, അല്ലേ? നല്ല കമ്പനിയിൽ നല്ലൊരു പൊസിഷനിൽ കയറണം എന്ന് എല്ലാവർക്കും ഒരു ആഗ്രഹം കാണും. എന്നാലും നമ്മൾ പ്ലേസ്മെന്റിലേക്ക് കടക്കുമ്പോൾ നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മളൊരു കമ്പനിയിലേക്ക് ഒരു ജോബ് സെർച്ചിന് വേണ്ടി നോക്കുമ്പോൾ റെസ്യൂം ഷെയർ ചെയ്യൂ, CV ഷെയർ ചെയ്യൂ എന്ന് അവർ പറയാറുണ്ട്. ചിലപ്പോൾ നമ്മൾ ഒരു വേക്കൻസി കണ്ടിട്ട് വിളിച്ചു ചോദിക്കും, വേക്കൻസി ഓപ്പൺ ആണോ? അപ്പോൾ അവർ പറയും ഈ മെയിൽ ID നിങ്ങളുടെ CV ഷെയർ ചെയ്യൂ. ചിലപ്പോൾ പറയും ഈ മെയിൽ ID നിങ്ങളുടെ റെസ്യൂം ഷെയർ ചെയ്യൂ. അപ്പം നമ്മൾക്ക് തന്നെ ഒരു കൺഫ്യൂഷൻ ആണ്, അല്ലേ? എന്താണ് CV, എന്താണ് റെസ്യൂം? ഞാൻ എന്താ ഷെയർ ചെയ്യേണ്ടത്? എൻ്റെ CV ആണോ ചെയ്യേണ്ടത്, റെസ്യൂം ആണോ? രണ്ടും തമ്മിൽ എന്താ വ്യത്യാസം? നമുക്കത് ഓരോ പോയിന്റ്സ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. നമ്മളിപ്പോൾ കമ്പനിയിലേക്ക് ഷെയർ ചെയ്യുന്നത് CV ആണെങ്കിലും റെസ്യൂം ആണെങ്കിലും അതിൻ്റെ പേർപ്പസ് എന്താണെന്ന്, അതിൻ്റെ എയിം എന്താണെന്ന് നമുക്ക് ഫസ്റ്റ് നോക്കാം. നമ്മളെ കാണാതെ നമ്മളെ കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ആ കമ്പനിയിലെ HR അറിയണം. എന്നിട്ട് ആ കമ്പനിയിലെ ജോബിന് നമ്മൾ ഫിറ്റ് ആണോ എന്ന് ഒരു പ്രൈമറി ഇൻസ്പെക്ഷൻ നോക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഈ റെസ്യൂം അല്ലെങ്കിൽ CV ഷെയർ ചെയ്യാൻ പറയുന്നത്. നമുക്ക് ഓരോ പോയിന്റ്സ് ആയിട്ട് നോക്കാം. എന്താണ് റെസ്യൂം, എന്താണ് CV? നമുക്ക് ഇതിൻ്റെ ഡിഫറൻസ് നോക്കാം. CV ആണെങ്കിൽ ഒരാളുടെ കംപ്ലീറ്റ് ഹിസ്റ്ററി ആ CV കാണും. അതായത് ആളുടെ പേഴ്സണൽ ഇൻഫർമേഷൻ കാണും, ഹൈസ്കൂൾ മുതലുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് കാണും. ആൾ വേറെ എന്തെങ്കിലും ജോബ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ കാണും. അതായത് ആളുടെ ജോബ് റോൾ, റെസ്പോൺസിബിലിറ്റീസ്, എത്ര നാൾ ആ കമ്പനിയിൽ വർക്ക് ചെയ്തു, അതുപോലെ എന്തെങ്കിലും എക്സ്ട്രാ ട്രെയിനിങ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും അവാർഡ്സോ അച്ചീവ്മെൻറ്റ്സോ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത്, ഹോബീസ്, അങ്ങനെ ഒരു കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആയിരിക്കും CV വരുന്നത്. ഒരു റെസ്യൂം എന്ന് പറയുമ്പോൾ അത് പ്രിസൈസ് ആൻഡ് ക്രിസ്പി ആയിരിക്കും. നമ്മൾ ഏത് സ്കിൽ വേണ്ടിയിട്ടാണ് ഒരു ജോബിന് അപ്ലൈ ചെയ്യുന്നത്, ആ സ്കിൽസ് ബൂസ്റ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കും നമ്മളൊരു റെസ്യൂം പ്രിപ്പയർ ചെയ്യുന്നത്. അവിടെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസ് ഒന്നും ഡീറ്റെയിൽ ആയിട്ട് വെക്കേണ്ട കാര്യമില്ല. അതിൻ്റെ ഒരു ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ മാത്രം മതിയാവും. നമ്മളുടെ സ്കിൽസ് ആണ് അതിനകത്ത് ബൂസ്റ്റ് ചെയ്ത് കാണിക്കേണ്ടത് വരുന്നത്. ഒരു CV അല്ലെങ്കിൽ റെസ്യൂമയുടെ ലെങ്ത് എന്തായിരിക്കണം, അതിനെപ്പറ്റി നമുക്കൊന്ന് നോക്കാം. CV ആണെങ്കിൽ നമുക്ക് ഇത്ര ലെങ്ത് വേണമെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം CV സെൻഡ് ചെയ്യുന്ന ആളുടെ എക്സ്പീരിയൻസും അതുപോലെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനും അനുസരിച്ച് അതിൻ്റെ ലെങ്ത് മാറിക്കൊണ്ടിരിക്കും. ഒരു 5 ഇയർ എക്സ്പീരിയൻസ് ഉള്ള ആളുടെ CVയുടെ ലെങ്ത് ആയിരിക്കില്ല ഒരു 2 ഇയർ എക്സ്പീരിയൻസ് ഉള്ള ഒരാൾക്ക് വരിക. പക്ഷേ റെസ്യൂമിലേക്ക് പോവുകയാണെങ്കിൽ റെസ്യൂം ഒരു മാക്സിമം 1 or 2 പേജസിൽ നമ്മൾ ഒതുക്കാൻ നോക്കണം. നമുക്ക് ആവശ്യമുള്ള സ്കിൽസ് മാത്രം അവിടെ ബൂസ്റ്റ് ചെയ്ത് കാണിച്ചാൽ മതി. റെസ്യൂം പ്രിസൈസ് ആയിരിക്കണം. ഒരു ജോബ് സെർച്ച് ചെയ്യുമ്പോൾ അവിടെ CV ഓർ റെസ്യൂമെ എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമുക്ക് നോക്കാം. നമ്മളിപ്പോൾ ഒരു ജോബ് സെർച്ചിൽ സെൻഡ് യുവർ CV എന്ന് കാണുമ്പോൾ അവിടെ റെസ്യൂമെയോ അല്ലെങ്കിൽ സെൻഡ് യുവർ റെസ്യൂമെ എന്ന് കാണുമ്പോൾ CVയോ സെൻഡ് ചെയ്തിട്ട് കാര്യമില്ല. CV എന്നും അവർ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ഒരു കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അവർക്ക് അറിയണം. അതിനുവേണ്ടി തന്നെയാണ് CV ഷെയർ ചെയ്യാൻ പറയുന്നത്. മറിച്ച് റെസ്യൂമെ എന്നാണെങ്കിൽ അവർക്ക് ആ ആവശ്യമുള്ള സ്കിൽസ് മാത്രം അറിഞ്ഞാൽ മതി. അപ്പോൾ നമ്മൾ റെസ്യൂമെ ഷെയർ ചെയ്യാൻ പറയുന്ന ഒരു സ്ഥലത്ത് നമ്മുടെ CV ഷെയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കത് ഡീറ്റെയിൽ ആയിട്ട് അത്ര അറിയേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങളുടെ CV അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്യാനും ചാൻസ് കുറവായിരിക്കും. നമ്മളിപ്പോൾ ഒരു HR CV ഷെയർ ചെയ്യുമ്പോൾ നമ്മൾ ഏത് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് അപ്ലൈ ചെയ്യുന്ന ജോബിന് വേണ്ടിയിട്ട് ആ ഡിപ്പാർട്ട്മെന്റ് ഹെഡിനും CV ഷെയർ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ആ ഒരു സ്റ്റെപ്പിലേക്ക് ചിലപ്പോൾ നമ്മളിത് മാറി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കടക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. എന്താണ് കമ്പനി ആവശ്യപ്പെടുന്നത് അത് തന്നെ കറക്റ്റായിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇതുപോലെയുള്ള പ്ലേസ്മെന്റ്സിനുള്ള ടിപ്സ് ആയിട്ട് ഇനിയും നമ്മൾ കൂടുതൽ വീഡിയോസുമായിട്ട് വരുന്നതായിരിക്കും. അത് കാണാൻ വേണ്ടി നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്